ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന DC വോൾട്ട് ആംപിയർ അറിയാൻ പറ്റുന്ന ഈ ഒരു ഡിജിറ്റൽ മീറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഇങ്ങനത്തെ വോൾട്ട് മാത്രം അറിയാൻ പറ്റുന്ന മീറ്ററുണ്ട്, വോൾട്ടും ആംപിയറും അറിയാൻ പറ്റുന്ന ഇങ്ങനത്തെ മീറ്ററുണ്ട്. അപ്പോൾ ഈ ഒരു മീറ്ററിൽ മുകളിൽ ഡിജിറ്റൽ റെഡ് നിറത്തിൽ കാണുന്നത് വോൾട്ടും അടിയിൽ ആംപിയറുമാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു മീറ്ററിൻ്റെ ഇൻപുട്ടിൽ നമ്മൾ ബാറ്ററിയോ പവർ സപ്ലൈ എന്തെങ്കിലും കണക്ട് ചെയ്ത് ഈ ഒരു മീറ്ററിൻ്റെ ഔട്ടിൽ നമ്മൾ കൊടുക്കുന്ന ലോഡ് വർക്ക് ചെയ്യാൻ എത്ര ആംപിയറൊക്കെ എടുക്കണം നമുക്ക് ഈ ഒരു മീറ്ററിലൂടെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഡെമോ പോലെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നത് ഞാനിവിടെ നേരത്തെ ഉണ്ടാക്കിയ മീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ടിൽ നമ്മൾ ചെറിയ ലിഥിയം ബാറ്ററി ഒരെണ്ണം കണക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു മീറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ ചെറിയൊരു മോട്ടറാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മീറ്ററിൻ്റെ ഇൻപുട്ടിലെ ബാറ്ററി കണക്ട് ചെയ്ത് കൊണ്ടിട്ട് ബാറ്ററിയുടെ വോൾട്ട് കാണിക്കുന്നുണ്ട് 3.9 വോൾട്ട്. ഇനി നമ്മൾ ഈ ഒരു മോട്ടറിലേക്ക് മീറ്ററിൻ്റെ ഔട്ട്പുട്ട് വയർ നമ്മൾ ഈ ഒരു മോട്ടറിലേക്ക് കണക്ട് ചെയ്യുമ്പം ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യാൻ എത്ര ആംപിയർ എടുക്കണമെന്ന് അറിയാൻ പറ്റും. അതുപോലെ ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജ് വേരിയേഷനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു മീറ്ററിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു മീറ്റർ മേടിച്ച് ഇതുപോലെ ഈ കാണുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ബാറ്ററി ചാർജറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഉപകരിക്കും. ഇങ്ങനത്തെ ഒരു മീറ്ററും കൂടെ ഉണ്ടെങ്കിൽ ബാറ്ററി ചാർജ് ആവുന്നുണ്ടോയെന്നും ബാറ്ററി എത്ര ആംപിയറിലാണ് ചാർജ് ആകുന്നതെന്ന്, അതുപോലെ നമ്മുടെ കയ്യിലേക്കുള്ള ഉപകരണങ്ങൾ DC ഉപകരണങ്ങൾ വർക്ക് ചെയ്യാൻ എത്ര ആംപിയർ എടുക്കണമെന്നൊക്കെ നമുക്ക് ഈ മീറ്ററിനുള്ള അറിയാൻ പറ്റും. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു മോട്ടർ ലീഫോട് കൂടി വർക്ക് ചെയ്യാൻ 0.80 ആംപിയറാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ലീഫ് റിമൂവ് ചെയ്തിട്ട് എത്ര ആംപിയർ എടുക്കണം നോക്കാം. അപ്പോൾ ഈ ഒരു മോട്ടർ ലീഫ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ 0.3 ആംപിയറാണ് ആവുന്നത്. വളരെ കുറഞ്ഞ ആംപിയർ മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ മീറ്റർ ഞാൻ 2 വർഷം മുമ്പ് തൊടുപുഴ ഹൈടെക് ഇലക്ട്രോണിക്സിൽ നിന്ന് മേടിച്ചപ്പം 250 രൂപയാണ് ആയത്. ഇപ്പം ആമസോണിൽ 210 രൂപയ്ക്കേ ഉള്ളൂ. മേടിക്കാനുള്ള ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇങ്ങനത്തെ മീറ്റർ ആരെങ്കിലും വാങ്ങുവാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഈ പ്രീസെറ്റിലൊന്നും തിരിക്കാനൊന്നും പോകരുത്. വാല്യൂ കറക്റ്റായിട്ട് കാണിക്കില്ല. പിന്നെ ഈ ഒരു മീറ്ററിൻ്റെ ബാക്കിൽ 2 കണക്ടറിലായിട്ട് മൊത്തത്തിൽ 5 വയറാണുള്ളത്. ഒരു കണക്ടറിൽ 2 വയറാണുള്ളത്, റെഡും ബ്ലാക്കും. ഇതിന് അത്യാവശ്യം നല്ല വണ്ണമുണ്ട്. പിന്നെയുള്ള രണ്ടാമത്തെ കണക്ടറിൽ 3 വയറാണുള്ളത്, റെഡ്, ബ്ലാക്ക്, യെല്ലോ. ബ്ലാക്കും ഈ ഒരു മീറ്റർ വർക്ക് ചെയ്യാനുള്ള ഇൻപുട്ട് വോൾട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ 5 വോൾട്ടിൽ താഴെയുള്ള സപ്ലൈ ആണ് ഈ ഒരു മീറ്റർ വർക്ക് ചെയ്യാൻ കൊടുക്കാവുള്ളൂ. ഇതിൽ യെല്ലോ വയറാണ് വോൾട്ടേജ് സെൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതുപോലെ ഞാനിന്നിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്ന റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിജിറ്റൽ വോൾട്ട് ആംപിയർ അറിയാൻ പറ്റുന്ന മീറ്ററിൻ്റെ സർക്യൂട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു മീറ്റർ വർക്ക് ചെയ്യാൻ 5 വോൾട്ട് പവർ സപ്ലൈ ആണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ 5 വോൾട്ട് പവർ സപ്ലൈ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയുള്ള ലിഥിയം ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു മീറ്ററിൻ്റെ ഡിജിറ്റ് ഒന്നും കംപ്ലൈൻറ്റ് ആകാതെ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ നമ്മൾ 5 വോൾട്ട് പവർ സപ്ലൈ കണക്ട് ചെയ്യുമ്പം ഇതിൻ്റെ ഒരു ഡിജിറ്റൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടാണ് തെളിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നേരം തെളിയുന്ന സമയത്ത് ഈ ഒരു LED ഡിജിറ്റ് കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ലിഥിയം ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ 9 വോൾട്ടിൻ്റെ ബാറ്ററിയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അതിലും നല്ലത് ലിഥിയം ബാറ്ററി തന്നെയാണ്. അതുപോലെ ഈ ഒരു മീറ്ററിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കാവുന്ന മാക്സിമം വോൾട്ട് 100 ആണ് പറയുന്നത്. ഇതിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആംപിയർ 20 ആംപിയറിൻ്റെ മീറ്ററുണ്ട്, 10 ആംപിയറിൻ്റെ മീറ്ററുണ്ട്. അപ്പോൾ ഇനി ഈ ഡിജിറ്റൽ മീറ്ററിലെ ആംപിയർ എങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. 1000 മില്ലി ആംപിയർ ആകുമ്പോഴാണ് 1 ആംപിയർ ആവുന്നത്. അപ്പോൾ ഇതിൽ 1000 കാണിക്കാനുള്ള ഡിജിറ്റ് 4 ഡിജിറ്റ് ഇല്ലാത്തതുകൊണ്ട് 1000നെ 100 ആയിട്ടാണ് ഈ ഒരു മീറ്ററിൽ നമ്മൾ സങ്കല്പിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മീറ്ററിൽ 0.50 ആംപിയറൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ 500 ആയിട്ട് കണക്കാക്കുക. അതായത് 500 മില്ലി ആംപിയർ. 0.99 ആംപിയറിന് മുകളിൽ പോകുമ്പോഴാണ് 1 ആംപിയർ ആയിട്ട് ഇതിനകത്ത് കാണിക്കുകയുള്ളൂ. അപ്പോൾ ഇനി റീചാർജബിൾ ആയിട്ടുള്ള DC വോൾട്ട് ആംപിയർ മീറ്ററിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. 4 വയർ 1 സ്ക്വയറിൻ്റെയാണ് എടുത്തേക്കുന്നത്. പിന്നെ ചാർജിങ് മൊഡ്യൂൾ, നമ്മുടെ ലിഥിയം ബാറ്ററി ചാർജ് ചെയ്യാനായിട്ടുള്ള 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി, പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച്, പിന്നെ DC വോൾട്ട് ആംപിയർ മീറ്റർ. പിന്നെ ഇതെല്ലാം ഇതൊരു ബോക്സിലേക്കാണ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും. ഞാനിവിടെ ഇതിൻ്റെ സർക്യൂട്ടെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റിൽ ഇതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗ്ലൂ കൊണ്ട് വെച്ച്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനെല്ലാം കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു മീറ്റർ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ചാർജിങ് മൊഡ്യൂളിനെ പറ്റി എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മുമ്പത്തെ വീഡിയോയിലേക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽ ഉൾപ്പെടുത്തുന്നില്ല. ചാർജിങ് മൊഡ്യൂളിൽ നമ്മൾ 2 വയർ കണക്ട് ചെയ്യേണ്ടത്, B+ലേക്കും B-ലേക്കും. ഈ 2 വയറുകൾ നമ്മൾ നേരെ ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ചാർജിങ് മൊഡ്യൂളിന് ഏകദേശം 40 രൂപയ്ക്കാണ്. ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും, ഷോപ്പുകളിലും മേടിക്കാൻ കിട്ടും. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു മീറ്റർ വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബാറ്ററി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി നമുക്ക് നേരിട്ട് മൊബൈലിൻ്റെ ചാർജർ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാർജിങ് മൊഡ്യൂൾ ഉപയോഗിക്കുന്നത്. 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയുടെ ചാർജിങ് മൊഡ്യൂളാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. പവർ ബാങ്കിൻ്റെ ബോർഡും നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ബാറ്ററിയും ചാർജിങ് മൊഡ്യൂളും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി ചാർജിങ് മൊഡ്യൂളിൻ്റെ ഔട്ട് പ്ലസിൽ നിന്നും അതായത് പോസിറ്റീവിൽ നിന്നും നമ്മൾ സ്വിച്ചിൻ്റെ ഒരു കാലിലേക്ക് കണക്ട് ചെയ്യുവാണ്. ഈ ഒരു സ്വിച്ച് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത് നമ്മുടെ മീറ്റർ ഓണും ഓഫും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി മീറ്ററിൽ നിന്നും വരുന്ന വണ്ണം കുറഞ്ഞ റെഡ് വയർ നമ്മൾ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ കാലിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് മീറ്ററിലെ ബ്ലാക്ക് വയർ, വണ്ണം കുറഞ്ഞ ബ്ലാക്ക് വയർ, ഈ ഒരു വയർ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ചാർജിങ് മൊഡ്യൂളിലെ
ഔട്ട്പുട്ട് നെഗറ്റീവിലേക്കാണ്. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജർ ഓക്കെ ആയി, അതുപോലെ തന്നെ മീറ്റർ വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈ ഓക്കെ ആയി. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മീറ്റർ വർക്കിംഗ് ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ വേറെ വയറൊന്നും കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് വോൾട്ടും ആംബിയറും 0 ആയിട്ട് കാണിക്കുന്നത്. ഇനി ഈ ഒരു മീറ്ററിലെ മഞ്ഞ വയർ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബാറ്ററിയുടെ വോൾട്ട് കാണിക്കും. ഞാനിവിടെ കണക്ട് ചെയ്തേക്കുന്ന ഈ ഒരു ബാറ്ററിക്ക് ഇപ്പം 4.2 വോൾട്ട് ഉണ്ട്. ഈ ഒരു മഞ്ഞ വയർ നമുക്ക് ഇവിടെയല്ല കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയുള്ള കണക്ഷൻസ് ആണ് മെയിൻ. അപ്പോൾ ഞാനിവിടെ ഇൻപുട്ടിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് 2 വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കാനുള്ള വയറിൽ ഞാനൊരു മോട്ടറും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കണക്ഷനാണ് പ്രധാനം. അപ്പോൾ ഇത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മീറ്റർ കറക്റ്റായിട്ട് രീതിയിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇനി കണക്ട് ചെയ്യേണ്ട മീറ്ററിൻ്റെ ഇൻപുട്ടിൽ നിന്ന് വരുന്ന ബ്ലാക്ക് വയർ, അതായത് നെഗറ്റീവിലേക്ക് മീറ്ററിൻ്റെ വണ്ണം കൂടി 2 വയറിലെ ബ്ലാക്ക് വയർ ആ വയറിലേക്ക് ജോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വണ്ണം കൂടി ഒരു ബ്ലാക്ക് വയർ നമ്മുടെ മീറ്ററിൻ്റെ ഇൻപുട്ടിലെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ആ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് കണക്ട് ചെയ്യേണ്ടത് മീറ്ററിലെ മഞ്ഞ വയർ. ഈ മഞ്ഞ വയർ മീറ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് എടുക്കുന്ന റെഡ് വയറിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അതായത് പോസിറ്റീവിലേക്കാണ് ഈ ഒരു മഞ്ഞ വയർ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു മഞ്ഞ വയറും കൂടെ കണക്ട് ചെയ്യുമ്പം നമ്മുടെ മീറ്ററിൽ നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തേക്കുന്ന വോൾട്ട് എത്രയാണോ അത് കറക്റ്റായിട്ട് കാണിക്കും. ഞാനിവിടെ 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ഇവിടെ 3.3 വോൾട്ട് കാണിക്കുന്നത്. ഇനി അടുത്തതായിട്ട് കണക്ട് ചെയ്യേണ്ടത് ഔട്ട്പുട്ടിൻ്റെ പോസിറ്റീവ്. ഔട്ട്പുട്ടിൻ്റെ പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് നമ്മൾ മഞ്ഞ വയർ കണക്ട് ചെയ്ത ആ ഒരു പോയിന്റിലേക്കാണ്. പോസിറ്റീവ് ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരുമിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് മീറ്ററിലെ റെഡ് വയർ, വണ്ണം കൂടിയ റെഡ് വയറിലേക്കാണ് നമ്മുടെ നെഗറ്റീവ് ഔട്ട്പുട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കണക്ഷൻ. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മീറ്ററിൽ വോൾട്ടും ആംബിയറും കറക്റ്റായിട്ട് കാണിക്കും. ഈ ഒരു മീറ്ററിൽ 3.2 വോൾട്ടും അതുപോലെ തന്നെ 0.6 ആംബിയറാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു DC മീറ്റർ ലോഡൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ 0.60 മില്ലി ആംബിയറാണ് എടുക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു മീറ്റർ ഓണും ഓഫും ചെയ്യാൻ വെച്ചാൽ ഈ ഒരു സ്വിച്ച് ഇത് ഓഫ് ചെയ്താൽ നമ്മുടെ ഔട്ട്പുട്ടിലുള്ള ലോഡ് ഓഫ് ആവില്ല. മീറ്റർ മാത്രമാണ് ഈ രീതിയിൽ ചെയ്താൽ ഓഫ് ആവുള്ളൂ. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് മാത്രം മീറ്റർ ഓൺ ചെയ്ത് വോൾട്ടും ആംബിയറും ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് മീറ്റർ ഓഫ് ചെയ്തിടാം. അതുപോലെ ഞാനിവിടെ മോട്ടറിൽ കൂടുതൽ ലോഡ് കൊടുക്കുന്നതനുസരിച്ച് ആംബിയറും കൂടുന്നത് നിങ്ങൾക്ക് ഈ ഒരു മീറ്ററിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു മീറ്റർ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാനിവിടെ മീറ്ററിൻ്റെ ഇൻപുട്ടിൽ കണക്ട് ചെയ്ത ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻപുട്ട് നമുക്ക് 100 വോൾട്ടിൽ താഴെയുള്ളത് കണക്ട് ചെയ്യാം. അതുപോലെ മീറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് മോട്ടറിന് പകരം വേറെ ലോഡുകളും കണക്ട് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഈ ഒരു മീറ്ററിൻ്റെ ഇൻപുട്ടിൽ 12 വോൾട്ടിൻ്റെ ബാറ്ററി ഒരെണ്ണം കണക്ട് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററി കണക്ട് ചെയ്ത സമയത്ത് ആംബിയറൊക്കെ കൂടിയിട്ടുണ്ട്. മോട്ടർ കുറേ കൂടെ ഹൈ സ്പീഡിലാണ് കറങ്ങുന്നത്. അപ്പോൾ ഇതിലൊരു മീറ്റർ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ തുടക്കക്കാർക്ക് നല്ലതായിരിക്കും ഇങ്ങനെ ഒരു മീറ്റർ. DC ഉപകരണങ്ങളും അതുപോലെ ബാറ്ററിക്ക് ചാർജ് ആവുന്നതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു മീറ്ററിലൂടെ അറിയാൻ പറ്റും. അതുപോലെ ഞാനിവിടെ ഈ ഒരു ബോക്സിലായിരുന്നു ഇങ്ങനത്തെ മീറ്റർ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇൻപുട്ടും ഔട്ട്പുട്ടൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ചാർജിങ് സോക്കറ്റാണ് ഈ കാണുന്നത്. അതുപോലെ ഓൺ ഓഫ് സ്വിച്ച് കാണുന്നതാണ്. ഈ ഒരു മീറ്റർ ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിച്ചേക്കുന്ന ബോക്സ് 4x4 പ്ലെയിൻ ബോക്സ് ആണ്. ഇലക്ട്രിക് കടയിലൊക്കെ ഇങ്ങനത്തെ ബോക്സ് മേടിക്കാൻ കിട്ടും. 30 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഈ ഒരു ഡിജിറ്റൽ വോൾട്ട് ആംബിയർ കാണിക്കുന്ന ഈ DC മീറ്ററിൻ്റെ ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്കോ ഫേസ്ബുക്കിലേക്കോ മെസ്സേജ് അയച്ചാൽ മതി. ടെക് ഓട്ടോമോട്ടീവ് ബൈ ഷിനു ഇതാണ് ID നെയിം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.